डॉन 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 सीन 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 मान 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 गॉन 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 गुंडान कन्नाल कुत्ताम कुत्तारनी वोन्न कंडालु पत्तारडी रोजा पूजेगद्द राजान सांगिट्ट मुन्ने एंगेत्तु निक्कादडी உருகுதே உங்கள் ஆண்மை பார்த்து மயங்குதே இந்த மாலைதே தவிக்கிறே என்னை தாண்டி பார்க்க தடுக்குதே പെണ്ണാനന്ദം. ഇന്നലെ അടുക്കള ചെന്ന് നമ്മളിന്ന് മുഖം കാണിച്ചിട്ട് രണ്ടുടായ്പ പണിയെടുക്കാം, എന്നിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാം. അതാ നല്ലത്. വാ വന്നാദ്യം ചായ കുടിക്ക്. നമ്മുടെ രണ്ടുപേരുടെയും ചായ കുടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണികൾ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ഫോൺ നോക്കിയേ ടി വി കാണേ എന്താന്ന് വെച്ചാ ചെയ്യാ. അച്ഛന് സായി നേരത്തെ പോയോ? ആ അച്ഛൻ രാവിലെ തന്നെ ഓഫീസിലോട്ട് പോയി. സായി പിന്നെ അവളുടെ എല്ലാ പണിയും തീർത്തിട്ട് ചായയും കുടിച്ച് കുറച്ചു മുന്നേ പോയി. പിന്നെ നീ ഇന്ന് രാത്രി സായുവിന്റെ കൂടെ പോണണ്ടാ നന്ദുവിന്റെ മെഹന്തി ഫംഗ്ഷന്? ഏയ് ഞാൻ ഇന്ന് പോണില്ല, നാളെ കല്യാണത്തിന് പോയിക്കോളാം. അതെന്താ ഇന്ന് പോവാത്തെ? ഇന്നിപ്പോ ഞാൻ അവളുടെ കൂടെ പോയെന്ന് വിചാരിക്കേ, അപ്പോ സ്വാഭാവികമായും അവിടുത്തെ ഏതേലും ആന്റിമാരോ അമ്മച്ചിമാരോ ഞങ്ങളെ കാണും. അപ്പൊ പൊതുവെ ഇതേപോലുള്ള ചെറുപ്പക്കാരി പെൺപിള്ളേരെ കണ്ട അമ്മായിമാര് വെറുതെ വിടുവോ? അപ്പോ ഞങ്ങളുടെ അടുത്തോട്ട് പതിയെ വന്ന് ഞങ്ങളോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കും. മോളേതാ, മോളെവിടെത്തിയാ, എന്ത് ചെയ്യുക എന്നൊക്കെ. സായിനോട് ചോദിച്ചാ അവൾക്കത് കുഴപ്പമില്ല, കൂടാതെ അവളുടെ മാരേജ് ഉറപ്പിച്ചേക്കുമല്ലേ. എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യും? എന്നെ എങ്ങാനും അമ്മായിമാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ അമ്മായിമാരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആ അമ്മായിമാരുടെ ബന്ധുക്കളുടെ മക്കൾക്കോ ആലോചിച്ചാലോ? അതല്ലെങ്കിൽ പോട്ടെ, അവിടെയുള്ള ഏതെങ്കിലും ഒരു വായി നോക്കികൾക്ക് എന്നെ കണ്ടിഷ്ടപ്പെട്ട് എന്നെ വീട്ടിൽ ആലോചിച്ചാലോ? ഓ, എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യ. അയ്യോ എന്റെ കുഞ്ഞുമോളതൊന്നും ആലോചിച്ച് പേടിക്കണ്ട. എന്തായാലും മോളെ കാണാൻ കുഴപ്പമില്ലേലും മോളുടെ വാ തുറന്നു കഴിഞ്ഞാല് പോക്കാന്ന് അവർക്ക് മനസ്സിലാവും. പിന്നെ മോളോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് തന്നെ പോയിക്കോളും. അല്ലേലും മുറ്റത്തെ മുല്ലക്കൊന്നും മഴ ഉണ്ടാവില്ല. എന്നാലെന്ത്, എന്റെ കോളേജിലുള്ള ആൾക്കാർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യം. എല്ലാ ആൺപിള്ളേരും എന്റെ പറയാ എന്നെ കുറെ പേര് പ്രപ്പോസും ചെയ്തിട്ടുണ്ട്, അറിയോ? അതേതാണാവോ അത്രയും ഗതികെട്ടവന്മാര്? എന്നാ അമ്മ കേട്ടോ, എനിക്ക് അവിടെയുള്ള ഒരു പയ്യനെ ഇഷ്ടമാ. അതേത് പയ്യൻ? അതൊക്കെ ഉണ്ട്. മിക്കവാറും ഞാൻ ആ പയ്യനെ അങ്ങോട്ട് ചെന്ന് പ്രപ്പോസ് ചെയ്യും. ആ പയ്യനും എന്നോട് ഇഷ്ടമുണ്ടെന്നാ എനിക്ക് തോന്നണേ. പെണ്ണ് കാര്യായിട്ട് പറഞ്ഞതാണോ? ഏയ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, വെറുതെ പറഞ്ഞതാ. മതി മതി, നിന്റെ ചായയുടെയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി പ്ലേറ്റ് ഒക്കെ കഴുകി ഒതുക്കി വെക്ക്. ഞാൻ പോയി അരി കഴുകി കലത്തിലിടട്ടെ. പിന്നെ ഈ പണി കഴിഞ്ഞങ്ങ് മുങ്ങാൻ വിചാരിക്കണ്ട. മോളുടെ ഫോൺ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ പണികളൊക്കെ തീർന്നിട്ടേ ഫോൺ തിരിച്ചു തരും കേട്ടോ. ഇനിയിപ്പോ ഇത് ചെയ്യാതെ വേറെ വഴിയില്ല. ഇന്നലത്തെ ദിവസം എക്സാം കഴിഞ്ഞതിന്റെ ക്ഷീണം ഉറങ്ങിയും ഫോണിയും കളിച്ചൊക്കെ മോള് തീർത്തല്ലോ. ഇനി ഇന്ന് മുതൽ എൻ്റെ പൊന്നുമോള് നല്ല കുട്ടിയായിട്ട് അമ്മ പറയണൊക്കെ കേട്ട് സഹായിക്കട്ടോ. ഫോൺ തപ്പി ബുദ്ധിമുട്ടണമെന്നില്ല, അമ്മ സേഫായി എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലോപ്പ്ഡ്. 6.5 hours later. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ലിസ എന്ന് വിളിച്ചാ മതിയെന്ന്. നീ കാരണം ആ നാറി ജോണി മോനിപ്പോ എല്ലാരും മുന്നിലും വെച്ച് എലിമോളേന്ന് വിളിക്കും. നമ്മുടെ ഇടയിൽ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ മറ്റുള്ള പിള്ളേരും കൂടി കേട്ടിട്ട് എന്നെ നോക്കി ഒരുമാതിരി ചിരിച്ചിരിക്കും. മനുഷ്യ ഇപ്പൊ നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇനി എന്നെ അങ്ങനെ വിളിച്ച് നാണം കെടുത്തത് പ്ലീസ്. ദേ അടുത്ത മാസം തൊട്ട് പുതിയ ജൂനിയേഴ്സ് വരുക, അവരുടെ മുന്നിൽ കുറച്ച് നിലവിലൊക്കെ വേണം. ഇനി നിങ്ങളായിട്ട് അത് കളഞ്ഞു കുളിക്കരുത്. ഇല്ല ഇല്ല, എന്റെ ഇങ്ങോട്ട് പേടിക്കണ്ട. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നിന്നെ നാണം കെടുത്തില്ല. ലീസാന്നോ അല്ലെങ്കിൽ എലീസാന്നോ അങ്ങനെ വിളിക്കുള്ളൂ. എന്നാലും എലീസ വേണ്ട, ലിസ മതി. അതിലാ ഒരു രസമുള്ളൂ.
എലീസാന്ന് കേൾക്കാൻ അത്രക്കും കെട്ട് സുഖമില്ല. അത് ശരി, എലീസാന്നിന്റെ ഒറിജിനൽ പേരെന്നല്ലേ, അത് മാറ്റിടാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ അറ്റൻഡൻസിന് ഡെയിലി എലീസാന്ന് തന്നെയല്ലേ സാറ് വിളിക്കണേ? അല്ലാണ്ട് സാറിനോട് ഇപ്പൊ പറയാൻ പറ്റുമോ സാർ എന്നെ എലീസാന്ന് വിളിക്കണ്ട, ലിസാന്ന് വിളിച്ചാ മതിയെന്ന്? അത് പറ്റത്തില്ല. എന്നാലും എലീസ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് പോയി മോളെ, ഈ എലീസ എന്ന പേരിൽ എന്താ കുഴപ്പം? നിന്റെ വലിയമ്മേന്റെ പേരല്ലേ, നല്ല അടിപൊളി പേരാ, ഒരു കുഴപ്പമില്ല. എനിക്ക് നിന്നെ വിശ്വാസ, പക്ഷെ അവന്മാരെ തീരെ വിശ്വാസമില്ല. പ്രത്യേകിച്ച് ആ ജോണി, അവൻ കളിയാക്കാൻ കിട്ടുന്ന അവസരം തീരെ പഴക്കില്ല. ആ ജോണി മോനല്ലേ, അവനല്ലേലും നാക്കിനിത്തിരി നീളം കൂടുതലാ, അവനുള്ളത് ഞാൻ കൊടുത്തോളാം. പിന്നെ ആരും വലിയ കുഴപ്പമില്ല, അവനോട് പറഞ്ഞ കേട്ടോളൂ. ഇവന്മാരെ രണ്ടെണ്ണത്തിനെ ഞാൻ ശരിയാക്കി കൊടുത്തോളാം. ഇതൊക്കെ ഉണ്ട് സിമ്പിള് കേസ്. ഓ, അത് കേട്ടാ മതി എന്റെ ഗുഡ്മണിയെ. എലിമോളെ, ഞാനിപ്പോ ഈ പറഞ്ഞതൊക്കെ ഒന്ന് തിരിച്ചെടുക്കും, വേണോ? അയ്യോ വേണ്ട വേണ്ട, തന്ന വാക്ക് പാലിക്കണം, അതല്ലേ അതിന്റെ ഒരു ശരി. അഞ്ചുമോളെ അങ്ങനെ വഴിക്ക് വാ. പിന്നെ നാളെ എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ടോ നീ? എനിക്കാണ് ഇവിടെ ബോറടിച്ചിട്ട് നീ ഇല്ലാതെ ഒരു സുഖവും ഇല്ല. അയ്യോടി, നാളെ എനിക്കൊരു കല്യാണം ഉണ്ട്, എന്റെ ചേച്ചിയുടെ ഫ്രണ്ടിന്റെ ആണ്. അപ്പൊ എന്തായാലും പോണം, പോവാണ്ടിരിക്കാൻ പറ്റത്തില്ല. ആണോ? എന്നാ പിന്നെ നീ കല്യാണമൊക്കെ കൂടിയിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതി. ഇന്ന് സംഗീത് നൈറ്റ് ഫംഗ്ഷൻ അല്ലേ, പോവാൻ റെഡി ആയിട്ട് നിൽക്കുവാണോ നീ? എവിടെ ഇന്നത്തെ പോക്ക് നടക്കില്ല മോളെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എനിക്ക് ചെറുതായിട്ടൊന്ന് ലൂസ് മോഷൻ പിടിച്ചു. അതെങ്ങനെ? അത് പിന്നെ അമ്മ 2 ദിവസം മുന്നേ മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ചോദിച്ചപ്പോ എനിക്ക് 2 എണ്ണേ തന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് എടുക്കാന്ന് വെച്ചു. എന്നിട്ട് രാത്രി 1 മണിയായപ്പോ ആരും അറിയാണ്ട് അടുക്കളയിലോട്ട് പോയി ഒരു ഉപ്പിലിട്ട മാങ്ങ എടുത്ത് തിന്നു. രസം പിടിച്ചപ്പോ ഞാൻ വീണ്ടും എടുത്ത് തിന്നു. ബെസ്റ്റ്. എന്നിട്ട് നീ എത്ര എണ്ണം തിന്നു? ഒരു 10 തിന്നുള്ളൂ. എന്ത് 10 തിന്നുള്ളൂന്നോ? നിനക്കെന്നാടി വയ്യേ? അതും നട്ടപ്പാതിരാക്ക് ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചു വാരി തിന്നിട്ട് 10 തിന്നുള്ളൂ പോലും. പിന്നെ എങ്ങനെയാ ലൂസ് മോഷൻ വരാതിരിക്ക? നിന്നോട് ആരാടി അത്രയും വാരി തിന്നാൻ പറഞ്ഞേ? പറ്റിപ്പോയി, ഇനി ആവർത്തിക്കൂല. നന്നായി. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇതല്ല ഇതിനപ്പുറവും കാണിക്കും. എന്നിട്ട് നീ ഇത് അമ്മയോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഇതറിഞ്ഞ അമ്മ ഓടിച്ചിട്ട് തല്ലു. അതിലും ഭേദം മിണ്ടാതെ നിൽക്കുന്നതാ. തല്ലിയിലേ അത്ഭുതമുള്ളൂ. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്, കുറവുണ്ടാ? വലിയ കുഴപ്പമില്ല. ഇന്നലെ രാത്രി ഒരു കോള ഞാൻ കണ്ണടച്ചിട്ടില്ല. നേരം വെളുത്തപ്പോഴാ ഒന്ന് സമാധാനായത്. അപ്പൊ ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട, ഇനിയെങ്കിലും ശ്രദ്ധിച്ചാ നിനക്ക് നല്ലത്. എന്നാ നീ റെസ്റ്റ് എടുക്ക്. നാളെ കല്യാണത്തിനൊക്കെ പോയിട്ട് പിറ്റേ ദിവസം വന്ന് അതിന്റെ വിശേഷമൊക്കെ പറഞ്ഞാ മതി. ഓക്കെ, അപ്പൊ ശരിയെന്നാ, ഞാൻ ഫോൺ വെക്കുവാണേ. ഓക്കെടി, ബൈ. ബൈ. படபட எந்தன் கண்ணம்மா, நீ தொட 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 துடிக்குது எந்தன் நெஞ்சம்மா. ஹே சிலு 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 சிலுவென கொஞ்சம் செல்லம்மா, நான் சட 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 மழையென வந்தேன் கண்ணம்மா.